അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി യദ്രികിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. അവൻ പൊരുത്തപ്പെടുന്നത് മാത്രം പറയുവാനും ചിന്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു ദിവസം പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. 1, 2, 3, 10, 50 അങ്ങനെ പോയാൽ എത്രയോ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു വളരെയേറെ ബഹുമാനത്തോടെ വിളിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നബിതങ്ങളുടെ പദവി അള്ളാഹു തആല അവിടങ്ങളിലൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ ഒരായത്ത് ഒന്ന് നോക്കൂ നിങ്ങൾ. അള്ളാഹു പറയാൻ, യാ അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ, ഓ പ്രിയപ്പെട്ട പ്രവാചകരെ, ഇന്ന അർസൽനാക, തീർച്ചയായും നാം അങ്ങയെ അയച്ചു, ഷാഹിദം വ മുബശ്ശിറം വ നദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി വഫളൻ കബീറ. ഈ ഒരു ആയത്തുകൾ, ഇതിൻ്റെ ഒരു അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ വിശാലമായി വിശദീകരിക്കേണ്ടുന്ന ആയത്താണ്. പക്ഷെ അതിൻ്റെ ഒരു ആശയം മാത്രം നമുക്ക് പറയാം. പ്രിയപ്പെട്ട പ്രവാചകരായിട്ടുള്ളവരെ, ഇന്ന അർസൽനാക, നാം അയച്ചു, തീർച്ചയായും നാം അങ്ങേ അയച്ചിട്ടുള്ളത് ഷാഹിദാണ്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശാലമായ അർത്ഥമാണ്. സാക്ഷിയായവൻ എന്ന് ഒരർത്ഥം പറയാം. ഒരർത്ഥം മാത്രമാണ്. അതിൻ്റെ വിശദീകരണങ്ങൾ പറയുമ്പോൾ ഒരുപാട് സമയമെടുത്ത് പറയേണ്ടതുകൊണ്ട് അതിലേക്ക് കിടക്കണില്ല. വ മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ട്. അള്ളാഹിൻ്റെ റസൂലിനെ രണ്ടാമത്തെ ഒരു പുകഴ്ത്തല്. ഒന്നാമത് പറഞ്ഞത് ഷാഹിദായിട്ട് നബി അയച്ചു, രണ്ടാമത് മുബശ്ശിറായിട്ട് അയച്ചു, മൂന്നാമത് വ നസീറ, മുന്നറിയിപ്പുകാരനായിട്ടും അയച്ചു. നാലാമത് അള്ളാഹു പറയാം, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ സമ്മതം കൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായിട്ടും നബിയെ അങ്ങയെ നാം അയച്ചു. അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ സമ്മതത്താൽ ക്ഷണിക്കുക, ഇത് നാലാമത്തെ ഒരു മദ്ഹാണ്, പുകഴ്ത്തൽ. അഞ്ചാമത്തത് വസിറാജം മുനീറ, പ്രകാശിക്കുന്ന വിളക്കായിട്ടും നബിയെ അങ്ങയെ നാം അയച്ചിട്ടുണ്ട് നബിയെ. ഈ ആയത്തുകൾ, സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തുകളിൽ, ഈ തൊട്ടടുത്ത ആയത്തുകളിൽ തന്നെ ആയിട്ട് 5 പ്രാവശ്യം നബി തങ്ങളെ പുകഴ്ത്തി പറഞ്ഞു. മാത്രമല്ല
വീണ്ടും അള്ളാഹു പറയാണ് വബശ്ശിരിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് സന്തോഷം അറിയിക്കൂ നബിയേ, ബിഅന്ന ലഹും മിനല്ലാഹി ഫളൻ കബീറോ, മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കൂ നബിയെ, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം, അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷം നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങൾക്കുണ്ടാകും എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. ഈ ആയത്തിൻ്റെ അതിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അള്ളാഹു തന്നെ നബിതങ്ങളെ പുകഴ്ത്തി പറഞ്ഞു. അതും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. ലോകത്ത് അന്ത്യനാൾ വരെയുള്ള ഓരോ വിശ്വാസിയും പാരായണം ചെയ്യപ്പെടുന്ന ഒരു മഹത്തായ ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ അല്ലാഹു തആല നബിതങ്ങളെ പുകഴ്ത്തി പറഞ്ഞു. അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അന്ത്യനാൾ വരെയുള്ള ഓരോ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹു ഇറക്കിയ ആയത്താണിത്. അതുകൊണ്ട് ഈ ഒരു ആയത്ത് നമ്മൾ പാരായണം ചെയ്യപ്പെടുക വഴി ഇതിൻ്റെ ആശയങ്ങളും ഇതിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പഠിക്കുക വഴി നമുക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു തരുന്നത്. ഖുർആനിലെ ഒരു അക്ഷരം ഓതിയാൽ അതിന് ചുരുങ്ങിയത് 10 നന്മയെങ്കിലും ഉണ്ടാകും. എത്രയോ അക്ഷരങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത്. ഇത് അന്ത്യനാൾ വരെയുള്ള ഇനിയും വരുന്ന സമൂഹം ഇത് പാരായണം ചെയ്യുമ്പോൾ അവർക്ക് പുണ്യം കിട്ടുകയല്ലേ. എന്തുകൊണ്ടാണ് അവർക്ക് പുണ്യം കിട്ടുന്നത്? ഇതിൽ പരാമർശിക്കപ്പെടുന്നത് മുത്തുനബി തങ്ങളാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിൽ അള്ളാഹു തആല നബിതങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതെന്താണ്? സിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വസിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ദൈലമി രേഖപ്പെടുത്തുകയാണ്. സിക്റുൽ അംബിയ, നബിമാരെ പറയൽ, ഇബാദത്തുൻ ആരാധനയാണ്. അതുപോലെ സജ്ജനങ്ങളെ പറയലോ അത് പാപം പൊറുക്കാനുള്ള ഒരു കാരണവുമാണ്. നബിമാരുടെ പറയാ എന്നുള്ളത് ഇബാദത്താണ്. അതുപോലെ സജ്ജനങ്ങളായ ആളുകളെ നാം പറയുക എന്നുള്ളത് ഒരു പ്രായശ്ചിത്തമാണ്, നമ്മൾ ചെയ്ത ദോഷങ്ങളെ പൊറുക്കാനുള്ള ഒരു പരിഹാരമാണ് എന്ന് വിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി റസൂലുള്ളാഹി തങ്ങൾ നബി തങ്ങളെ പറ്റി എന്താ പറയുന്നത്? അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി അള്ളാഹിൻ്റെ റസൂൽ തന്നെ പറയുന്നത് എന്താണ്? സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അന സയ്യിദുൽ ദിയാദമ, ഞാൻ ആദം സന്തതികൾക്ക് നേതാവാണ്, ഞാൻ ആദം സന്തതികൾക്ക് മുഴുവനും നേതാവാണ്, എല്ലാ മനുഷ്യർക്കും ഞാൻ നേതാവാണ്. നബി തങ്ങൾ പറയാണ്. അന്ത്യനാളിൽ അങ്ങനെയാണ്. ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തു വരുന്നതും ഞാനാണ്. ആദ്യമായിട്ട് മഹ്ശറിലേക്ക് ഖബറിന്ന് പുറത്തു വരുമല്ലോ എല്ലാവരും. ആ ഖബറിന്ന് പുറത്തു വരുന്നത് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. വഅവ്വലു ശാഫിഇൻ, ആദ്യത്തെ ശുപാർശകൻ ഞാനാണ് ആദ്യത്തെ ശുപാർശകൻ. വഅവ്വലു മുശഫ്ഫഇൻ, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എൻ്റെതാണ്. ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നവനും ഞാനാണ്. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ റസൂലുള്ളാഹിനെ പറ്റി പറയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറ്റി മദ്ഹ് അള്ളാഹു പറഞ്ഞു. പ്രവാചകന്മാരുടെ മഹത്വങ്ങൾ പറയണം എന്നും നബിതങ്ങൾ പഠിപ്പിച്ചു.
റസൂലുള്ളാഹി തങ്ങൾക്കുള്ള മഹത്വങ്ങൾ തങ്ങൾ തന്നെ പരിചയപ്പെടുത്തി. ഇനി നമുക്ക് പറയണതിന് എന്താ തടസ്സം? നമുക്ക് എന്ത് തടസ്സമാണ് ഉള്ളത്? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നതിന് ഓരോ കാരണം പറഞ്ഞ് മുടക്കാക്കാൻ ശ്രദ്ധിക്കുന്നവർക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്നാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നബി തങ്ങളെ മദ്ഹ് ചെയ്യാൻ ഭാഗ്യമില്ലാത്തതിൻ്റെ പേരിലോ ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കുപ്രചരണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. പ്രിയപ്പെട്ടവരൊക്കെ നല്ലവണ്ണം സ്വലാത്തും മദ്ഹുകളൊക്കെ ചൊല്ലി ജീവിതത്തെ സംശുദ്ധമാക്കാൻ ഇത് കാരണമാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.